പിസിമാർ അയോഗ്യർ തന്നെയെന്ന് ഹിയറിംഗിന് ശേഷം ഗവർണറുടെ അഭിപ്രായം. പിസിമാർ പദവിയിൽ തുടരാൻ അർഹരല്ലെന്ന് യുജിസി പ്രതിനിധികൾ ഹിയറിംഗിൽ വ്യക്തമാക്കി. യുജിസി അറിയിപ്പ് ലഭിച്ച ശേഷമാകും തുടർ നടപടി. കാലിക്കറ്റ്, ഓപ്പൺ, സംസ്കൃതം, ഡിജിറ്റൽ സർവകലാശാലകളിലെ വിസിമാരോടാണ് രാജ്ഭവൻ വിശദീകരണം ചോദിച്ചത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വിസിമാരോടുള്ള നിലപാടിലായാൻ ഗവർണർ തയ്യാറല്ല. രേഖാമൂലം യുജിസിയുടെ മറുപടി അറിയിപ്പ് ലഭിച്ച ശേഷം തുടർ നടപടി എന്ന് പറയുന്നു. മാത്രമല്ല, വിശദീകരണം ഹിയറിംഗിന് ഹാജരാകാത്തൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ വിസിമാർ. അതുമായി ബന്ധപ്പെട്ടും ഗവർണർ നിലപാട് എങ്ങനെയാണ് അറിയിച്ചത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് 4 സർവകലാശാല വിസിമാർക്കാണ് ഹിയറിംഗിന് ഹാജരാക്കാൻ കഴിഞ്ഞ 24-ന് രാജ്ഭവൻ നോട്ടീസ് അയച്ചത്. 2ാം ഘട്ടമായിട്ടാണ് ഇത്തരത്തിലൊരു വിശദീകരണം, അതായത് ഇവരുടെ നിയമവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില അസ്വാഭാവികതകൾ കാര്യങ്ങൾ വ്യക്തത വരുത്തൽ, ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലൊരു ഹിയറിംഗ് രാജ്ഭവനിലേക്ക് ചാൻസലറുടെ ഗവർണർ ഏൽപ്പിക്കുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും വിളിപ്പിച്ചിരുന്ന 4 സർവകലാശാലകൾ ഒന്ന് എന്നുള്ളത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് ഉൾപ്പെടെയുള്ളവരായിരുന്നു. ഇതിൽ സജി ഗോപിനാഥ് നേരിട്ട് ഈ ഒരു ഹിയറിംഗിന് ഹാജരായിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല വിപി ഡോക്ടർ എം.കെ. ജയരാജിനെ പ്രതിനിധീകരിച്ച അദ്ദേഹത്തിന്റെ അഭിഭാഷകനാണ് നേരിട്ട് ഹാജരായത്. സംസ്കൃതം സർവകലാശാലയിൽ നിന്നും വിപി ഡോക്ടർ എം.വി. നാരായണന് പകരം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഓൺലൈനായി ഹാജരാവുകയും ചെയ്തു. ഈ നിർണായകമായിട്ടുള്ള യോഗത്തിൽ അല്ലെങ്കിൽ ഹിയറിംഗിലാണ് ഓപ്പൺ സർവകലാശാല വിപി ഡോക്ടർ മുബാറക് പാഷ ഹാജരാകാതെ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് രാജ്ഭവന് നൽകിയത്. ഇതിലാണ് ഇപ്പോൾ കൃത്യമായ ഒരു നടപടി രാജ്ഭവൻ സ്വീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും യുജിസി പ്രതിനിധികൾ ഉൾപ്പെടെ ഈ ഒരു യോഗത്തിലും ഹിയറിംഗിൽ പങ്കെടുത്തിരുന്നു. യുജിസി പ്രതിനിധികൾ കണ്ടെത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുള്ളത് വിസിമാർ ഈ ഒരു സ്ഥാനത്ത് തുടരാൻ അർഹരല്ല എന്നുള്ളതാണ് യുജിസിയുടെ പ്രതിനിധികൾ ഈ ഒരു ഹിയറിംഗിൽ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖാമൂലമായുള്ള അറിയിപ്പ് യുജിസിയുടെ ഭാഗത്തു നിന്ന് ശേഷമായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ഓപ്പൺ സർവകലാശാല വിപി ഹിയറിംഗിന് ഹാജരാകുമ്പോൾ തന്നെ തന്റെ രാജിക്കത്ത് നൽകിയിരുന്നു. പക്ഷേ ഈ രാജി അംഗീകരിക്കുന്നില്ല എന്ന് കൂടി ഗവർണർ ആവർത്തിക്കുന്നു. ഈ ഹിയറിംഗിന് ശേഷവും അദ്ദേഹം അത് തന്നെയായിരുന്നു ആവർത്തിച്ചിട്ടുള്ളത്. ആ ഒരു രാജിക്കത്ത് നിലവിൽ അംഗീകരിക്കില്ല. പകരം എന്ത് നടപടിയാണ് യുജിസിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്, അവരുടെ രേഖാമൂലമുള്ള വിശദീകരണം ഏത് തരത്തിലാണ് എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ നടപടിയിലേക്ക് രാജ്ഭവനിൽ ചാൻസലർ കൂടിയ ഗവർണറും കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ 4 വിസിമാർ അയോഗ്യർ തന്നെ എന്നുള്ളതാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഹിയറിംഗിന് ശേഷവും ഈ ഒരു നിലപാടിൽ തന്നെയാണ് രാജ്ഭവൻ തുടരുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും നിയമോപദേശം ഉൾപ്പെടെ തേടാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ റിപ്പോർട്ട് നൽകാത്ത മറ്റു 3 വിസിമാർ ഏത് തരത്തിലുള്ള നടപടികൾ ഇത് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. അതേസമയം തന്നെ യുജിസി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവനും ഗവർണറും സ്വീകരിക്കുന്ന നടപടികളും ഈ 4 വിസിമാരുടെ കാര്യത്തിൽ ഏറെ നിർണായകമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ വിസിമാരുടെ നിയമനം കോടതി ഉൾപ്പെടെ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ അന്തിമ തീരുമാനം കോടതി അറിയിക്കണം, നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഗവർണർക്ക് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകി. ഈ സാഹചര്യത്തിൽ കൂടി ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറെ ചർച്ചയാകും. ഒപ്പം തന്നെ ഏറെ രാഷ്ട്രീയ ശ്രദ്ധ നേടുകയും ഒപ്പം തന്നെ വിസിമാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ നിർണായകമാകുമെന്നുള്ള സംശയമില്ല. ലക്ഷ്മി ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.